മനോഹരമായ നല്ലൊരു ആത്മീയ ഗാനം നാം ഇപ്പോൾ ശ്രവിച്ചു. പെറ്റമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല എന്ന് അരുളി ചെയ്ത അരുമനാഥനായ യേശുക്രിസ്തുവിന്റെ സനാതന സുവിശേഷത്തിലേക്ക് എല്ലാ മാന്യ സഹോദരങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതനായ കർത്തദാസൻ അനിഷർ മാത്യു അവർ ദേശത്തോടുള്ള രക്ഷയുടെ ദൂതും തന്റെ അനുഭവ സാക്ഷ്യവും ഇപ്പോൾ ദേശത്തോട് പങ്കുവെക്കും. എവരുടെയും വിലയേറിയ ശ്രദ്ധയെ അല്പസമയത്തേക്ക് ഈ മൈക്ക് പോയിന്റിലേക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ അനിഷർ മാത്യു അവരെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ ഉച്ചയോടനുബന്ധിച്ച സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുനലൂർ ഗോസ്പൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ മദ്യപാനം, മയക്കുമരുന്ന്, അങ്ങനെ സമൂഹത്തിലെ സകല തിന്മകൾക്ക് നേരെ ചെറിയ ബോധവൽക്കരണ സന്ദേശവും അതോടൊപ്പം ദൈവവചനവും ദേശത്തോട് പങ്കുവെക്കുവാൻ ദൈവം എളിയവരായ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും എന്തൊക്കെ വിഷയങ്ങൾ വന്നു ഭവിച്ചാലും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ഉറപ്പുണ്ട്. കാര്യം, അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവം അവരെ ഒരു നാളും കൈവിടുകയില്ലെന്ന്. പക്ഷെ എന്നാൽ ദൈവത്തെ നിഷേധിക്കുന്ന, ദൈവവചനത്തോട് അനുസരണക്കേട് കാണിക്കുന്ന, ദൈവവചനത്തോട് ഇതുപോലുള്ള ചെറിയ സുവിശേഷ സന്ദേശങ്ങളോട് മുഖം തിരിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു നിത്യ ന്യായവിധി ശേഷിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വചനം ദേശദേശങ്ങളിൽ കടന്നു ചെന്ന് പങ്കുവെക്കുന്നത്. പ്രിയരെ, ദൈവം ഒന്ന് മാത്രം സകല മനുഷ്യരെ കുറിച്ചും ആഗ്രഹിക്കുന്നു. സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം. സകല മനുഷ്യരും ദൈവത്തിന്റെ വഴികളിൽ കടന്നു വരുവാൻ ദൈവം സകല ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പലയിടങ്ങളിലും, പല തെരുക്കോണുകളിലും, പല നഗരങ്ങളിലും, പല ഗ്രാമപ്രദേശങ്ങളിലും ഇതുപോലുള്ള സുവിശേഷ സന്ദേശങ്ങൾ മുഴുകുന്നു. പക്ഷെ പലരും അതിനോട് മുഖം തിരിക്കുന്നു. കാര്യം, പലർക്കും കേൾക്കാൻ സമയമില്ല. പലരും അവരുടേതായ ജീവിതത്തിന്റെ തിരക്കുകളിൽ അവർ വ്യാപൃതരായിരിക്കുന്നു. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ പലർക്കും അയൽപക്കത്ത് ഭവനങ്ങളുണ്ടെങ്കിൽ പോലും പലർക്കും പലരെയും അറിയത്തില്ല. കാര്യം, എല്ലാവരും ജോലി തിരക്കുകളിലും മറ്റു കാര്യങ്ങളിലുമാണ്. എങ്ങനെ അടുത്തുള്ള സ്നേഹിതൻ കഴിയുന്നു, അല്ലെങ്കിൽ എങ്ങനെ എന്റെ അയൽക്കാരൻ വസിക്കുന്നു എന്ന് അറിയാൻ പോലും പലർക്കും സമയമില്ല. കാരണം സമ്പത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ എന്തെങ്കിലും നേടിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിൽ മനുഷ്യർ വ്യാപൃതരായി ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ പ്രിയ സ്നേഹിത, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതമേ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ജീവിതത്തിൽ നാം ദൈവത്തെ അറിയുകയും ആ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരും. അതല്ല, എനിക്ക് എന്റേതായ വഴികളുണ്ട്, ഞാൻ ആ വഴികളിൽ സഞ്ചരിക്കും എന്ന് ആ ഒരു തീരുമാനത്തോടാണ് ഇന്ന് ഞങ്ങളുടെ ശബ്ദം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സ്നേഹിത, താങ്കളുടെ ജീവിതം ഒരു ദുരന്തത്തിലേക്കാണ് കലാശിക്കുന്നത്. എന്നാൽ ഇതുപോലുള്ള ചെറിയ ബോധവൽക്കരണ സന്ദേശം കേൾക്കുമ്പോൾ തങ്ങളെ തന്നെ ശോധന ചെയ്ത് ആ ദൈവത്തിന്റെ വഴികളിലേക്ക് നിങ്ങൾ വരുവാൻ ആഗ്രഹിക്കുമെങ്കിൽ, പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് പ്രതിസന്ധികളിലും ദൈവം നിങ്ങളെ കൈവിടാതെ രക്ഷിക്കും. അത് മാത്രമല്ല, ഈ ലോകത്തിൽ മറ്റാർക്കും നൽകുവാൻ കഴിയാത്ത സമാധാനം, ഈ ലോകത്തിൽ മറ്റാർക്കും നൽകുവാൻ കഴിയാത്ത സന്തോഷം ദൈവം താങ്കളുടെ ജീവിതത്തിൽ സൗജന്യമായി നൽകും. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ പലരും ആത്മമോക്ഷത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി അലയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. അതിനുവേണ്ടി പലരും നേർച്ച കാഴ്ച അർപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരുടേതായ പല ശ്രമങ്ങളിലൂടെ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു. പക്ഷെ പ്രിയരെ, ദൈവം മനുഷ്യരുടെ കർമ്മമാർഗങ്ങളിൽ പ്രസാദിക്കുന്നവനല്ല. നാം ഒരിക്കലും നിരൂപിക്കരുത്. പ്രത്യേക ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ആ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. അതേ സ്നേഹിത, കർത്താവായ യേശുക്രിസ്തു ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മുഴു മാനവരാശിയുടെ പാപത്തിന്റെ രക്ഷയ്ക്കായി കർത്താവ് 2000 വർഷം കൊണ്ട് ഈ ഭൂമിയിൽ അവതരിച്ചു. തിരുവചനം ഇപ്രകാരം പറയുന്നു, കർത്താവ്
ഈ ഭൂമിയിലേക്ക് വന്നു. പക്ഷേ സ്വന്തമായവരോ അവനെ തള്ളിക്കളഞ്ഞു. പ്രിയരെ, യെരൂശലേമിന്റെ നാട്ടിൽ കർത്താവ് പാദമൂന്നിയപ്പോൾ യഹൂദന്മാർ കർത്താവിനെ തള്ളിക്കളഞ്ഞു, കർത്താവിനെ സ്വീകരിച്ചില്ല. പക്ഷേ അവർ തള്ളിയപ്പോൾ ഈ രക്ഷ ജാതികളിലേക്ക്, ദൈവത്തെ അറിയാത്ത ജാതികളിലേക്ക് ഈ രക്ഷ വന്നു. പ്രിയരെ, രക്ഷ സൗജന്യമാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിലും ഭൂമിയിലും യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ലെന്ന്. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, കുടുംബത്തിനകത്തും പല പ്രതിസന്ധികളാൽ, കടഭാരങ്ങളാൽ, പലവിധ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അതല്ല, നിർപക്ഷെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും മറ്റു ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ലാതെ അതിൽ സന്തോഷം കണ്ടെത്തുവാൻ, അതിൽ സമാധാനം കണ്ടെത്തുവാൻ ഇന്ന് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ പ്രിയ സ്നേഹിത, താങ്കൾക്ക് ഇതിലൊന്നും സമാധാനം കണ്ടെത്താൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെ ഈ സമാധാനം പ്രാപിക്കുവാൻ നമ്മൾ എവിടൊക്കെ ഓടി അലഞ്ഞാലും, ഏതൊക്കെ പള്ളികളിലും, ഏതൊക്കെ മസ്ജിദുകളിലും, ഏതൊക്കെ അമ്പലങ്ങളിലും നാം ഓടിയാലും പ്രിയരെ നമുക്ക് സമാധാനം ലഭിക്കത്തില്ല. നമുക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ നാം ദൈവത്തെ വാസ്തവമായി ഹൃദയപൂർവ്വം നാം വിളിച്ചപേക്ഷിക്കണം. തിരുവചനം ഇപ്രകാരം പറയുന്നു, ഹൃദയം മുറുകിയവർക്ക് ദൈവം സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നുവെന്ന്. പ്രിയ സ്നേഹിത, താങ്കളുടെ ജീവിതത്തിൽ ഇന്ന് ഭാരങ്ങളും പ്രതിസന്ധികളും ഒക്കെ താങ്കളെ അലട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ദൈവത്തെ താങ്കൾ വാസ്തവമായി ഹൃദയപൂർവ്വം ഒന്ന് വിളിച്ചപേക്ഷിക്കാൻ സാധിക്കുമോ? നിശ്ചയമായിട്ട് മറ്റാർക്കും നൽകുവാൻ കഴിയാത്ത സന്തോഷം, ആ സമാധാനം ദൈവം നിങ്ങൾക്ക് നൽകും. കർത്താവായ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ തനിപ്രകാരം പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾ നൽകേച്ചു പോകുന്നുണ്ട്, അത് ലോകം തരുന്നത് പോലല്ല, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ആർക്കും നിങ്ങളിൽ നിന്ന് അപഹരിക്കുവാൻ സാധിക്കുകയില്ല എന്ന്. ഒരുപക്ഷെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടഭാരങ്ങളും അല്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങളും ഇന്ന് താങ്കളെ അലട്ടുന്നുണ്ടായിരിക്കാം. താങ്കളുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്തൊരു അനുഭവത്തിലൂടെ ആയിരിക്കാം താങ്കൾ കടന്നു പോകുന്നത്. പക്ഷെ ആ അവസ്ഥയിൽ താങ്കൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഈ വചന സന്ദേശം താങ്കൾ കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ താങ്കൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇരിക്കുന്നിടത്ത്, ദൈവമേ, അങ്ങ് എന്റെ ജീവിതത്തിൽ വരണമേ, അങ്ങന്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം നൽകണമേ, ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ അനുഭവങ്ങളിൽ ദൈവം എനിക്ക് രക്ഷ നൽകണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? പ്രിയ സ്നേഹിത, താങ്കളുടെ ജീവിതത്തെ കർത്താവ് വിടുവിക്കും. ഒരുപക്ഷെ എത്ര തകർച്ചയിലും ആർക്കും എന്നെ രക്ഷിക്കുവാൻ സാധിക്കത്തില്ല, ഞാൻ ഈ പെട്ടികിടക്കുന്ന കടബാധ്യതയിൽ എന്നെ പുറത്തു കൊണ്ടുവരാൻ ആർക്കും കഴിയത്തില്ല, എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചാലോ എന്ന് ഒരുപക്ഷെ താങ്കൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ പ്രിയരെ, താങ്കളെ ആ അവസ്ഥയിലും രക്ഷിക്കുവാൻ എന്റെ ദൈവം പ്രാർത്ഥന. തിരുവചനം പ്രകാരം പറയുന്നു, ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. അതേ സ്നേഹിത, താങ്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തോട് അഭയാചന കഴിക്കുമ്പോൾ, താങ്കളോട് ദൈവം അകന്നല്ല നിൽക്കുന്നത്, പ്രതികാൽ താങ്കളുടെ അടുക്ക സമീപസ്ഥനായി ഈ ദൈവം ഇരിപ്പുണ്ട്. ആ ദൈവത്തിന്റെ സ്നേഹത്തെ താങ്കൾ തിരിച്ചറിയണം. ഇന്നൊരുപക്ഷെ ലോകത്തിന്റെ പല കാര്യങ്ങളും വെട്ടിപ്പിടിക്കുവാൻ ഓടുന്ന വ്യക്തിയായിരിക്കാം താങ്കൾ. പക്ഷെ മനസ്സിലാക്കണം, നമുക്ക് ഈ ഭൂമിയിൽ എത്ര ആയുസ് ശേഷിപ്പുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. പ്രസംഗിക്കുന്ന എനിക്കറിയത്തില്ല, ഇവിടെ നിൽക്കുന്ന കേൾക്കുന്ന നമുക്ക് ആർക്കും ഒരു നിശ്ചയമില്ല. ഒരു സത്യം നമുക്കറിയാം, മരണം ഏത് സമയത്തും നമ്മുടെ വാതിൽക്കലെത്തും. പക്ഷേ ഇന്ന് നാം ജീവനോടിരിക്കുമ്പോൾ ഈ ദൈവത്തെ തിരിച്ചറിയാനൊന്ന് മനസ്സ് വെക്കാമോ? അതെ, താങ്കൾ യാതൊന്നും ചെലവിടേണ്ട ആവശ്യമില്ല, പണം ചെലവിടേണ്ട, നേർച്ച കാഴ്ചകൾ അർപ്പിക്കേണ്ട, അല്ലെങ്കിൽ മറ്റു ഒരു ചെലവുമില്ല. ദൈവം സൗജന്യമായി രക്ഷ ധാരമായി നൽകിയിരിക്കുക. താങ്കളിത് വിശ്വസിക്കുവാൻ, താങ്കളിത് ഏറ്റെടുക്കുവാൻ ഒരു മനസ്സ് കാണിക്കുമോ? നിശ്ചയമായിട്ടും ദൈവം താങ്കളുടെ വിഷയത്തിൽ, താങ്കളുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങും. നിശ്ചയമായിട്ടും ദൈവം താങ്കളുടെ ജീവിതത്തിൽ വരും. ഞങ്ങൾ പല ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാൻ കടന്നു ചെല്ലാറുണ്ട്. അവിടെയൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ്, സഹോദര, ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ല. ഇവരെ സന്തോഷം നൽകുവാൻ, സമാധാനം നൽകുവാൻ നമ്മൾ എവിടൊക്കെ പള്ളികളിൽ പോയാലും, അല്ലെങ്കിൽ എവിടെ ഈ ലോകത്തിൽ എവിടൊക്കെ സമാധാനത്തിന് വേണ്ടി നമ്മൾ അലഞ്ഞാലും, സന്തോഷത്തിന് വേണ്ടി അലഞ്ഞാലും അതവിടെ ലഭ്യമാകത്തില്ല.
നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ, സന്തോഷം വേണമെങ്കിൽ, നന്മയും അനുഗ്രഹവും വേണമെങ്കിൽ ആ ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരണം. ദൈവവചനം പറയുന്നു, എന്നോട് അടുത്തു വരുന്നവനോട് ഞാനും അടുത്തു വരുമെന്ന്. പ്രിയരെ, ഈ ദൈവം അടുത്തു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതുവരെ നിങ്ങളെ അലട്ടിയിരിക്കുന്ന പ്രതിസന്ധികൾ എന്തുമാകട്ടെ, സമാധാനത്തെ കെടുത്തുന്ന ഏത് അനുഭവങ്ങളുമാകട്ടെ, ദൈവം ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. ദൈവം കൈകാര്യം ചെയ്യുന്നത് ആദ്യം നമ്മുടെ ഹൃദയങ്ങളിലാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, ഈ വചനത്തോടൊക്കെ പ്രതികരിക്കുമ്പോൾ, വചനത്തെ ഏറ്റെടുക്കുമ്പോൾ, നിശ്ചയമായിട്ടും ദൈവം ആദ്യം നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കുമല്ല, പ്രത്യുതാൽ ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം നൽകും, ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത നൽകും. പ്രിയരെ, ആ സ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുവാൻ തുടങ്ങും. കാര്യം എന്റെ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമുണ്ട്, എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല. കർത്താവ് ഇപ്രകാരം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവനെ ഞാൻ ഒരുപാട് തള്ളിക്കളയത്തില്ലെന്ന്. പ്രിയരെ, നിങ്ങളെ തള്ളിക്കളഞ്ഞ പലരും കാണാം. ഒരുപക്ഷെ പല പ്രിയപ്പെട്ടവരും നിങ്ങളെ അകറ്റി നിർത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ധൈര്യസമേതം ഞങ്ങൾ വിളിച്ചു പറയുന്നു, താങ്കൾ ഈ യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, താങ്കൾ ഈ വചനത്തോട് പ്രതികരിക്കുവാൻ, ഈ വചനം ഏറ്റെടുക്കുവാൻ താങ്കൾ തയ്യാറാണെങ്കിൽ, യേശു താങ്കൾക്ക് സമീപസ്ഥനായിരിക്കും. ആരൊക്കെ താങ്കളെ കൈവിട്ടാലും, ഈ ലോകം താങ്കളെ ഉപേക്ഷിച്ചാലും, താങ്കളുടെ പ്രിയപ്പെട്ടവർ താങ്കളെ തള്ളിക്കളഞ്ഞാലും, കർത്താവ് താങ്കളെ ഒരുപാട് തള്ളിക്കളയത്തില്ല. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പല അനുഭവങ്ങളിലും സാഹചര്യങ്ങളിലും ഞങ്ങൾ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ നാട് വിട്ടാലോ എന്ന് പലപ്പോഴും ചിന്തിച്ച സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ആ സാഹചര്യങ്ങളിൽ ഞങ്ങൾ ദൈവത്തോട് ഇതുപോലുള്ള വചന സന്ദേശങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ അതിനോട് പ്രതികരിക്കാനിടയിൽ ഞങ്ങൾ ഏറ്റെടുത്തു. ഞങ്ങൾ വിശ്വസിച്ചു. കാര്യം ഈ യേശുവിൽ ഞങ്ങൾ വിശ്വസിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുവാനിടയിൽ. അതുകൊണ്ട് അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിന് പരിവർത്തനം വരുവാൻ തുടങ്ങി. ഞങ്ങളുടെ ജീവിതത്തിൽ പല വിഷയങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ ഭാരപ്പെട്ടപ്പോൾ, പലരും ഞങ്ങളെ കൈവിട്ടപ്പോൾ, പലരും ഞങ്ങളെ നിരാശയിലേക്ക് തള്ളിവിട്ടപ്പോൾ, ഈ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷ നൽകി. ഈ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും നൽകുക മാത്രമല്ല, പ്രത്യുതാൽ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഞങ്ങൾ അന്ന് കടന്നുപോയ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ദൈവം വിടുതൽ നൽകുവാനിടയായി. അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയ മാന്യ ശ്രോതാക്കളോട് ഞങ്ങൾ പറയുന്നു, താങ്കൾ ഇന്ന് പല വിഷയങ്ങളാലും നിരാശപ്പെട്ടിരിക്കുന്നവരായിരിക്കാം, ഭാരപ്പെട്ടിരിക്കുന്നവരായിരിക്കാം. ഒരു പക്ഷെ നിങ്ങളിന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ വരുന്നു, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ പല നിന്ദകളും പല വേദനകളും പല കുറ്റപ്പെടുത്തലുകളും അപമാനങ്ങളും ഞാൻ നേരിടുന്നുണ്ടെന്ന് ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ പ്രിയ സ്നേഹിത, ദൈവവചനം ഇപ്രകാരം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികൾ നിങ്ങളെ തകർക്കുവാനല്ല, അതിലൂടെ ദൈവത്തിന് നിങ്ങളോട് ഇടപെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നൽകുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം നൽകുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകം തരാത്ത സന്തോഷം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വചന സന്ദേശം ഇന്ന് താങ്കൾ ഏറ്റെടുക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് താങ്കൾ കടന്നു പോകുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകി, വിടുതൽ നൽകി ദൈവം നിങ്ങളെ ആദരിക്കും. പ്രിയരെ, ഞങ്ങൾ പലയിടത്തും കടന്നു പോകുമ്പോൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യമാണ്, ഈ ലോകത്തിൽ നാം നേടുന്ന വിടുതൽ താൽക്കാലികമാണ്. ഇതൊക്കെ മരണശേഷം ഇന്നൊരു പക്ഷെ നമുക്കൊരു രോഗം വന്ന് നമുക്ക് ദൈവം ഒരു സൗഖ്യം നൽകി, അത് താൽക്കാലികമാണ്. ഇന്ന് നമുക്ക് കടബാധ്യതയായിരിക്കാം, അതിൽ നിന്ന് നമ്മൾ ദൈവത്തോട് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുതൽ ലഭിക്കും, അതും താൽക്കാലികമാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരിയായി ദൈവം ഈ പ്രതിസന്ധികളും ഈ പ്രശ്നങ്ങളും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ ദൈവം ഒരു കാര്യം ആഗ്രഹിക്കുന്നു, താങ്കളുടെ കുടുംബം നഷ്ടപ്പെടരുത്. അനേകം ദൈവനിഷേധികളായി ദൈവത്തെ നിഷേധിച്ച് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ദൈവത്തെ സ്വീകരിച്ചാൽ ആ നിത്യരക്ഷ, ആത്മമോക്ഷം താങ്കൾക്ക് സൗജന്യമായി ദൈവം നൽകും. അതിന് ജാതി, മത, വർഗ വ്യത്യാസമൊന്നുമില്ല. താങ്കൾ കർത്താവിൽ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും സൗജന്യമായി പണം കൊടുത്തോ അല്ലെങ്കിൽ ഒരു കർമ്മ ചെയ്ത ഒന്നും നിങ്ങൾക്ക് പ്രാപിക്കുവാൻ, നിങ്ങൾ വിചാരിച്ചിട്ട് പ്രാപിക്കാൻ സാധിക്കാത്ത ഈ രക്ഷ ദൈവം സൗജന്യമായി നൽകും. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ വിശ്വസിക്കുക. തിരുവചനം ഇപ്രകാരം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം
ദൈവം ലോകത്തെ സ്നേഹിച്ചിരിക്കുന്നുവെന്ന്. അതേ സ്നേഹിത, കർത്താവിൽ താങ്കൾ വിശ്വസിക്കുമ്പോൾ, ഈ ആത്മരക്ഷണ വചനം താങ്കൾ സ്വീകരിക്കുമ്പോൾ, ഈ ഭൂമിയിലെ ഏത് വിടുതലിനേക്കാളും അപ്പുറമായി താങ്കൾക്ക് ഒരു ആത്മരക്ഷ സൗജന്യമായി, ആത്മമോക്ഷം സൗജന്യമായി ദൈവം ദാനമായി നൽകും. ഈ ദൈവ വചനം കേട്ട് ഇന്ന് താങ്കളുടെ ജീവിതം താങ്കൾ സമർപ്പിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് താങ്കൾ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയുമായിട്ട് ആരൊക്കെ താങ്കളെ കൈവിടട്ടെ, കർത്താവ് താങ്കളെ വിടുവിക്കുവാൻ ദൈവം ആ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ജയം നൽകി. ഈ ഭൂമിയിലെ, ഈ ലോകത്തിലെ താൽക്കാലികമായ നേട്ടങ്ങൾക്കും ഈ ലോകത്തിലെ മറ്റ് എല്ലാ വസ്തുതകൾക്കും അപ്പുറമായി താങ്കളുടെ ജീവിതത്തിൽ സമാധാനം നൽകി, സന്തോഷം നൽകി, താങ്കൾക്കൊരു നിത്യജീവൻ ദൈവം ദാനമായി നൽകും. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ഈ വചനം കേട്ട് നിങ്ങളെ തന്നെ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, നിശ്ചയമായിട്ടും താങ്കളുടെ ജീവിതം ഒരു അനുഗ്രഹമായിരിക്കും. താങ്കൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിശ്ചയമായിട്ടും ഇന്ന് കേട്ട ഈ ചെറിയ സന്ദേശത്തിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കർത്താവിനെ ക്ഷണിച്ചു. സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിതയുടെ സന്ദേശം ഞങ്ങളുടെ ദാസനയുടെ ദൈവദേശത്തോട് കേൾപ്പിച്ചല്ലോ. ഞങ്ങൾ ഈ ദേശത്തെ അനുഗ്രഹിക്കുകയാണ്. സമാധാനം ഈ ദേശത്തിലെ കുടുംബങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവേ, ഇവരും അവരുടെ കുഞ്ഞുങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ലോകത്തിന്റെ രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി കൈക്കൊണ്ട് ഒരു ദൈവദൈതരായി ജീവിച്ച് പാപത്തിൽ നിന്നും സാമൂഹിക തിന്മകളിൽ നിന്നും മാറി നടക്കുവാൻ എന്റെ മക്കളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിന്റെ ശക്തികളുണ്ടോ ഈ ദേശത്തെ തലമുറകളെ തൊടാതെ, ഈ ദേശത്തെ പിതാക്കന്മാരെ തൊടാതെ, ഈ ദേശത്തെ വീടുകളെ തൊടാതെ ദൈവത്തിന്റെ സമാധാനം ഈ ദേശത്തിനുണ്ടാകേണ്ടതിന് ഞങ്ങൾ ദൈവദാസന്മാർ കർത്താവേ അങ്ങയുടെ സ്ഥാനാപതികളായി പരസ്യ സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന സുഖം കേൾക്കുന്നതിന് നന്ദി. മുഴുവൻ മഹത്വവും കർത്താവിന് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.